അസ്സലാമു അലൈക്കും. ഞങ്ങൾ ആഴ്ചയിൽ കഴിക്കാൻ പോക്കില്ലേ പുറത്ത്. ഇന്ന് ഞങ്ങൾ എത്തിക്കണത് തുർക്കിഷാണ്. നമ്മൾ ഗ്രില്ലഡ് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ തുർക്കിയിൽ കഴിക്കണം, അറേബ്യൻ ഗ്രില്ലഡ്. നമ്മളെ കൂടെ പതിവ് പോലെ ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം വന്നിട്ടാണ് ഗ്രില്ലഡ് ചിക്കൻ. ഫുൾ ചിക്കൻ ഫ്രണ്ട്ലി. രണ്ടാളുണ്ടെങ്കിൽ പിന്നെ ആപ്പറ്റൈസറുണ്ട്, ഹമ്മൂസ്, മുത്തവല്. ഇതാകുമ്പോൾ കുറച്ചുകൂടി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാം. രണ്ടാളുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് കഴിക്കുക. 25 രൂപ. ഹാഫ് എടുക്കുകയാണെങ്കിൽ 15 രൂപ കൊടുക്കണം. നമ്മൾ ലാഭം നോക്കിയാൽ തുർക്കിഷ് ഗ്രില്ലിൻ്റെ പ്രത്യേകത നല്ല ജ്യൂസി ആയിരിക്കും, മസാലാസ് ഒന്നും ഉണ്ടാവില്ല. നമ്മൾ മാസത്തിൽ പിന്നെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അങ്ങനെ 5-6 ടീമാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഓരോരുത്തരായിട്ട് ബില്ല് അടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും വരാതെ നല്ല രീതിയിൽ തന്നെ നല്ല ഫുഡൊക്കെ കഴിക്കാം. നമ്മൾ ഭക്ഷണത്തിൻ്റെ ടേസ്റ്റ് അറിയാനും അത് രുചി അറിയാനൊക്കെ നല്ല ഇതാണ്. എല്ലാവർക്കും ഈ ഫോർമുല പരീക്ഷിക്കണം. ആഴ്ചയിൽ ഒരാൾ ബില്ല് ചെയ്താൽ മാസത്തിൽ ഒരാൾക്ക് ഒരു തവണ കൊടുക്കാൻ നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോയി റിലാക്സ് ചെയ്യാം. അടിച്ചുപൊളി അറിയപ്പെടും. ഇതെങ്ങനെയാണ് അവൻ ഗ്രില്ല് ചെയ്യണില്ല, മസാലാസ് ഒന്നും കാണില്ല. എനിക്ക് തോന്നുന്നത് ഉപ്പും ലെമൺ സാൾട്ടാണ് ഉപയോഗിക്കുന്നത്. നാരങ്ങയുടെ ഒരു ടേസ്റ്റ്. ഇതിനെ ഉപയോഗിക്കേണ്ട ചിക്കൻ നല്ല ചിക്കനാണ്. ഫുഡ് എങ്ങനെയുണ്ട്? സൂപ്പർ ഫുഡാണ്. എങ്ങനെയുണ്ട്? രാത്രി കഴിക്കുമ്പോൾ അങ്ങനെ മിനിമലായിട്ട് കഴിച്ചാൽ എന്നാൽ പിന്നെ വയറിന് എരിച്ചിലും പോച്ചിലും ഉണ്ടാവില്ല. സുഖമായിട്ട് കിടന്നുറങ്ങും ചെയ്യാം. അല്ലാതെ സ്കൂളിലായിട്ടില്ല. വയറ് അറിഞ്ഞില്ലേ? വയറിഞ്ഞ പാകത്തിന് കഴിച്ചിട്ടുള്ളൂ, മത്സരത്തില്ല. ഒരു ശരിക്കല്ല, ഒരാൾക്ക് ഒരു ഹാഫും ഭയങ്കര ബുദ്ധിമുട്ട്. രാത്രി അതുണ്ടാക്കാം, ഇത് കുറക്കാനല്ലേ.